ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ വെളുപ്പിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അതൊരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജീവിതത്തിൽ ഇനി എപ്പോഴെങ്കിലും പോകാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചൊരു സ്ഥലമാണ്. ഒരുപാട് പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനുമൊക്കെ ഞങ്ങൾ ഓരോ പ്ലാൻ ഇട്ടിരിക്കും. പക്ഷെ അത് നടക്കില്ല. എന്നാലും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളിന്ന് പോണത്. ഒരുപാട് സന്തോഷം അത് പോകാൻ പറ്റിയതിൽ. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരം വണ്ടി ഓടി പോകാനുണ്ട്. അപ്പം നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഇങ്ങ് വന്നതിന് ശേഷമാണ് വീഡിയോ ഓണാക്കിയത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരക്ക് പിടിച്ച് എങ്ങനെയെങ്കിലും നേരത്തെ എത്തണമല്ലോ. ചുരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനും ബ്ലോക്കിന് മുന്നേ ഇങ്ങ് എത്താനും ഒക്കെ ഉള്ള ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തിരിച്ചു. അപ്പോൾ ഒരുപാട് ഇങ്ങ് ഓടി വന്നതിന് ശേഷം ഞാൻ വീഡിയോ ഓണാക്കി കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ലയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് എന്നോട് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് താത്തമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് പോണത്. അപ്പോൾ അവിടെ ഒരു കല്യാണമുണ്ട്. എനിക്ക് അത്രയും സ്നേഹമുള്ള 2-3 താത്തമാരുണ്ട്. അതിലൊരു താത്താൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഓടി വന്നപ്പോൾ ഛർദിലും ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. വെറും വയറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അത് ചുരം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയിലാണ്. അപ്പോൾ ചുരമൊക്കെ ഇറങ്ങാൻ നേരത്തെ നമുക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നത് കൊണ്ട് തന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും എൻ്റെ മക്കളും, എൻ്റെ ചെറിയ മോളെ ഡെലിവറിയും എല്ലാം മലപ്പുറത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറിയ മോൾ അവിടെ ഉള്ള കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അവിടെ ആയിരുന്നു. ഞാനും ഏട്ടനും എൻ്റെ മൂത്ത മകളും എല്ലാം കൂടായിട്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് പോന്നിട്ട് 11 വർഷമാവണം. എൻ്റെ ചെറിയ മോൾക്ക് 11 വയസ്സാവാൻ. അങ്ങനെ ഞങ്ങളിതാ ഒരു ഹോട്ടലിലേക്ക് കയറി. ഇനി എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊരു ഇതിൽ അങ്ങനെ കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യ കേട്ടോ, നല്ലതായിട്ട് ഒരിത്. ഏട്ടന് പിന്നെതാ പൊറോട്ടയും VDF-ഉം ഗ്രേവിയൊക്കെ തന്നെ. ഏട്ടൻ അത് വിട്ടുള്ളൊരു കളിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് മസാല ദോശ വാങ്ങി. പക്ഷെ കഴിക്കാനും വേണോ വേണ്ടേ എന്നുള്ള ഒരിതായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ കാറിലായതുകൊണ്ട് നമുക്കെന്തോ കുറച്ച് അത്ര ലോങ്ങൊന്നും ഒരുപാട് സ്ഥലത്തൊന്നും ഞങ്ങൾ പോവാറില്ല, ഇടയ്ക്കൊക്കെ പോവാറുള്ളൂ. അപ്പോൾ ഈ യാത്രയിൽ വൊമിറ്റിംഗ് ആണ് പ്രശ്നം, എനിക്കും എൻ്റെ മൂത്ത മോൾക്കും. ചെറിയ മോൾക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ദൂരം ഓടിയെത്തി. വീഡിയോസൊന്നും അതിൻ്റെ എടുത്തിട്ടില്ല. നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കാണുക ഈ 2 നില വീടില്ലേ, അത് പണ്ട് ഓടിട്ടൊരു വീടായിരുന്നു. ആ താത്താൻ്റെ തറവാട് വീടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റം സംഭവിച്ചു, മതിലുകളൊക്കെ വന്നു. അന്ന് ഇവിടെ ഒരുപാട് വീടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ പോകുന്നുണ്ട്. ഈ നേരെ കാണുന്ന ആ ഓടിട്ട സ്ഥലമില്ലേ, ഓടിട്ട ആ ഒരു ഇതാണ് ഞങ്ങൾ നിന്ന കോട്ടേഴ്സ്. ഞങ്ങളിവിടെയാണ് താമസിച്ചിരുന്നത്. ഫസ്റ്റ് ടൈം ഈ കോട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ഭംഗിയൊക്കെ പോയി. ആ കോട്ടേഴ്സിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി, ഫാമിലീസൊക്കെ മാറി. ഇപ്പം മറ്റുള്ള ആൾക്കാരൊക്കെയാണ്, ബാച്ചിലേഴ്സൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ അവിടെ കാണും. പിന്നെ
ഞങ്ങൾ അതുവഴിയാണ് ഇറങ്ങി. ഇതാണ് താത്ത. താത്ത എന്നെ ചീത്ത പറയാണ് കേട്ടോ, വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് തന്നെ താത്ത അതുവഴി ഓടി. ഇനി ഇതാണ് ഫ്രണ്ട് വീടിൻ്റെ. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് താത്താൻ്റെ ചെറിയ അനിയത്തിയുടെ മോനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ട് തന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വീഡിയോസ് അവിടെ ചെന്നതിന് ശേഷം വീഡിയോസ് എടുക്കാൻ മറന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുള്ളൂ. ഞങ്ങൾക്ക് ഇതാ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചു. സാലഡ്, അച്ചാർ, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടനാണെങ്കിൽ വെള്ളച്ചോറ് മതിയെന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നപ്പോൾ എന്തോ കഴിക്കാൻ പറ്റാതെ അങ്ങനെ ചേട്ടന് വെള്ളച്ചോറും ഉപ്പേരിയും കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അതും എല്ലാം ആക്കി. ഇതവിടുത്തെ പൂച്ചയാണ് കേട്ടോ, നല്ല രസമുള്ളൊരു പൂച്ചയാണ്. അപ്പോൾ അവരെ വീടാണിത്. കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹാളാണ്. പിന്നെ ഡൈനിങ് ഏരിയ, ഇത് സിറ്റ് ഔട്ട്, പിന്നെ പുറത്ത് ഗ്രില്ല് ചെയ്തിട്ട് പുറത്തേക്ക്. അപ്പോൾ കല്യാണം ഞായറാഴ്ചയാണ്, ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾക്ക് ഞായറാഴ്ച വേറൊരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ദൂരം പോകാനും പറ്റില്ല. എന്നാൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മൂത്ത മകളുടെ കല്യാണത്തിന് താത്ത വിളിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. അവിടെ വേറെ 1-2 താത്തമാരെ മക്കളെ കല്യാണത്തിന് വിളിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തോ മറ്റുള്ളവരെയൊന്നും കാണാൻ പറ്റിയില്ല. എന്തെന്നാണ് എല്ലാവരും ആ കോട്ടേഴ്സിലായിരുന്നു. അവരൊക്കെ വീട് വെച്ച് മാറിപ്പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ അന്ന് തന്നെ തിരിച്ച് വേണം, സമയവും ഇല്ല. അപ്പം വേറെ ആരെയും കാണാൻ നിന്നില്ല. അപ്പം എന്തായാലും പോകാൻ കഴിഞ്ഞതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ മക്കൾക്ക് ഓർമ്മയിലധികം ഇല്ല കേട്ടോ ഈ സ്ഥലം. അപ്പം ഏട്ടൻ ഞാനും താത്തയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മക്കളെ കൊണ്ടുപോയി കോട്ടേഴ്സൊക്കെ കാണിച്ചു കൊടുത്ത് അവരെല്ലായിടവും കണ്ടു. ഇതാണ് താത്താൻ്റെ മോള്, ഇളയ മോള്, കല്യാണ പെണ്ണ്. ഇവളെ കല്യാണത്തിനാണ് ഞങ്ങൾ പോയത്. എന്തായാലും നന്നായിട്ട് ജീവിക്കട്ടെ, കുട്ടിക്ക് നല്ലത് വരട്ടെ. അതാണ് താത്തയും മൂത്ത മോളും ഇളയ മകനും ചെറുമോനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഭയങ്കര എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ തിരിച്ച് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകണമെന്ന് ഒരു തവണയെങ്കിലും ഞാൻ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഏട്ടനോട് ഈ സ്ഥലത്ത് പോകണം, ഒന്നും കൂടെ പോകണം, എനിക്ക് അവിടെയൊക്കെ കാണണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു ആഗ്രഹവും ഞാൻ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. ഇനി ഒരാളെ നമുക്ക് വീണ്ടും കാണണമെന്ന് തോന്നിയത് എനിക്ക് ഈ താത്താനെയും മക്കളെയും, പിന്നെ അവിടുത്തെ 1-2 താത്തമാരൂടെ ഉണ്ടായിരുന്നു. അവരെയൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും അവിടെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് അവിടെ ആ ഒരു ഓർമ്മയും ആ ഒരു സന്തോഷവും അവരുടെ ഒരു സ്നേഹവും എനിക്ക്, നമുക്ക് ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം എനിക്ക് അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നൊന്നും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അവർ വിളിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അവരെ മക്കൾ, താത്ത വിളിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ഈ കല്യാണം വിളിച്ചപ്പോൾ തന്നെ പോകണമെന്ന് ഏട്ടനും ഇങ്ങോട്ട് പറഞ്ഞ് എന്നോട്. എനിക്കും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പോകാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഓരോ യാത്ര ചെയ്ത് 1-2 സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരിടത്ത് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കണ ഒരു കാര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാനേ ആ മനസ്സ് വരില്ല. പക്ഷെ അതുപോലെ അല്ല ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അവിടെ പോകാൻ. പോയിട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ മനസ്സിനൊരു സന്തോഷം, ഒരിക്കൽ കൂടി പോകാൻ പറ്റി, കാണാൻ പറ്റി, എൻ്റെ മക്കൾക്ക് അവിടെ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ കോട്ടേഴ്സിൻ്റെ വീഡിയോ എനിക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കണ്ട ഇതിൽ എല്ലാം മറന്ന് അവരുമായിട്ട് സംസാരിച്ച് ഭയങ്കര ആ കിട്ടിയ സമയത്ത് അവരൊപ്പമാണ് ഞാൻ ചിലവഴിച്ചത് ആ സമയമൊക്കെ. അങ്ങനെ ഏട്ടൻ മക്കളെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് അവിടെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പിന്നെ താത്താനുമായിട്ടൊക്കെ സംസാരിച്ച് ആ ഒരു ഇതിലിരുന്നു. അവർ പോയി എല്ലായിടവും കണ്ട് എന്തായാലും ഹാപ്പിയായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണ്ടും പോകാൻ പറ്റിയതിൽ സന്തോഷം. ദൈവത്തിനും
എന്നെ കൊണ്ടുപോകാനുള്ള ഒരിത് ഇത്രയും കാലം എന്തായാലും കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയ ദൈവത്തിന് നന്ദിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ടയേർഡായി ക്ഷീണിച്ച് അവശയായി കേട്ടോ. ഒരുപാട് തിരിച്ചു വന്നപ്പോൾ പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് ചാരി ഇങ്ങനെ കിടന്നിട്ടാണ് അങ്ങനെയാണ് വന്നത്. യാത്രയിൽ ഞാൻ ആകെ ചത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ ചെറുകടിയൊക്കെ വാങ്ങി കഴിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി റെസ്റ്റ് എടുത്തൊക്കെ പോയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ചുരമൊക്കെ കഴിഞ്ഞു കയറി. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ അതാ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി നമുക്കിനി കിടന്നുറങ്ങണം. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. ബായ്.